തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ കടലിൽ കാണാതായ ഷിജിനെ 8-ാം ദിവസവും കണ്ടെത്താനായില്ല. ഷിജിനെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികളും കുടുംബാംഗങ്ങളും തീരദേശ പാത ഉപരോധിച്ച് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോരിച്ചെറിയുന്ന മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് ഷിജിന്റെ ഭാര്യ സ്റ്റിജിയും മക്കളും ബന്ധുക്കളും നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളും ചേർന്ന് നടത്തിയ റോഡ് ഉപരോധം 3 മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിപ്പിച്ചു. എന്റെ ഭർത്താവ് അവിടെ ശനിയാഴ്ച നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നല്ലേ എന്നെ പിടിച്ച് അങ്ങോട്ട് ആക്കിയത്, വീട്ടിൽ കൊണ്ടാക്കിയത്. എന്റെ ഭർത്താവ് അവിടെ ഇന്ന് 8 ദിവസം ആയല്ലോ. എന്തോ തെരച്ചിൽ നിങ്ങൾ നടത്തി. എന്റെ ഭർത്താവിനെ തെരയാൻ നിങ്ങൾ എന്തോ നടത്തി. എന്റെ സഹോദരങ്ങള്, എന്റെ അപ്പനും എന്റെ ബാക്കി എല്ലാരും കടലിലുണ്ടായിരുന്നു. അവര് രാത്രി ഉറങ്ങിയിട്ടില്ല. കടലുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരും കണ്ട് നിങ്ങളുടെ പ്രവർത്തനം എന്തോരാണെന്ന്, അവിടെ രക്ഷാപ്രവർത്തനം എന്തോരാണ് നടന്നതെന്ന് അവരും കണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 12:30 മണിയോടെ ആരംഭിച്ച ഉപരോധം ഒഴിവാക്കാൻ പോലീസ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. തുടർന്ന് ഇടവക വികാരി ഫാദർ സന്തോഷും മത്സ്യത്തൊഴിലാളി പ്രതിനിധികളും നടത്തിയ ചർച്ചയെ തുടർന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷീജ മേരി സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും കുടുംബം സമരം തുടർന്നു. നിങ്ങളോട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനവും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അത് ഇനിയും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. അതാണ് എല്ലാവരോടും സംസാരിച്ചതെന്ന് പറയേണ്ടത്. പിന്നെ സാർ എന്നോട് ജോലിയുടെ ഒരു കാര്യം സംസാരിച്ചിരുന്നു. അച്ഛൻ എന്നോട് സംസാരിച്ചു. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അനുസരിച്ച് നിങ്ങൾ pre-TTC കഴിഞ്ഞ ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട MLA-യോടും അതുപോലെ ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും നമുക്ക് ഏതെങ്കിലും അംഗൻവാടിയോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഫിഷറീസിൻ്റെ തന്നെ സാഫ് വിമൻ എംപവർമെൻറ്റ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്വയം തൊഴിൽ ചെയ്യാനായിട്ട് 85% സർക്കാർ സബ്സിഡിയോടെ നിങ്ങളുടെ വീട്ടിൽ തന്നെ അനിയത്തി അങ്ങനെ 5ഓളം പേരുള്ളതായിട്ട് ഞാൻ വന്ന് നിങ്ങളുമായിട്ട് സംസാരിച്ചില്ല. അനിയത്തിയായിട്ട് അന്ന് സംസാരിച്ചതിൽ മനസ്സിലാക്കുന്നുണ്ട്. ആ രീതിയിൽ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അങ്ങനെ ഒരു ലൈവ്ലിഹുഡ് സപ്പോർട്ട് ആ രീതിയിൽ അത് ഫിഷറീസ് ഡയറക്ടറും അത് ഉറപ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എന്റെ അനുകൂലത്തിന് എന്റെ ജോലിക്കോ വേണ്ടിയല്ല ഞാൻ ഇവിടെ. എനിക്ക് എന്റെ ഭർത്താവിനെയാണ് വേണ്ടത്. അതിന്റെ തിരച്ചിലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ വേണ്ടിയല്ല എനിക്ക് വേണ്ടത്. എനിക്ക് അതിനാണ് ഉത്തരം വേണ്ടത്. എന്റെ സീചേട്ടൻ എവിടെ, അതിനുള്ള ഉത്തരമാണ് വേണ്ടത്. ശനിയാഴ്ച തിരക്കാത്ത കാരണം എന്ത്? ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ വൈകുന്നേരം 5 മണിയോടെ നേരിട്ടെത്തി വിഷയം ചർച്ച ചെയ്യുമെന്ന ഉറപ്പിന്മേലാണ് ഒടുവിൽ ഉപരോധം അവസാനിപ്പിച്ചത്. അഞ്ചുതെങ്ങ് ഇടവക പള്ളിയിലെത്തിയ മന്ത്രി ഷിജിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. കുടുംബത്തിന്റെ പൂർണ്ണ തൃപ്തിയോടും ബോധ്യത്തോടും കൂടി മാത്രമേ ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു നിലയിലും നമ്മൾ അന്വേഷണം നിർത്തിവെക്കുന്നില്ല. ഷിജിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നിർത്തിവെക്കുന്നില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായ തൃപ്തിയോടുകൂടി കുടുംബത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം തുടരേണ്ട അത്രയും തുടരും എന്നതാണ് ഒന്നാമത്തെ തീരുമാനം. അതിനുവേണ്ടി കേവലം ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല, കടൽപ്പണി അറിയുന്ന, പ്രത്യേകിച്ചും മുതലപ്പൊഴിയിലെ കടൽ മനസ്സിലാക്കിയിട്ടുള്ള നല്ല കഴിവും ധൈര്യവും പ്രാപ്തിയുമുള്ള മത്സ്യത്തൊഴിലാളികളിൽ നിന്നും 10 പേരെ ബഹുമാനപ്പെട്ട അച്ഛനിവിടെ സെലക്ട് ചെയ്ത്, നിങ്ങൾ പറയുന്നതനുസരിച്ച് സെലക്ട് ചെയ്ത് തരുമ്പോൾ അവരെ കൂടി ഈ തെരച്ചിലിൽ നിങ്ങളുടെ പ്രതിനിധികളെന്ന നിലയിലും മറ്റേത് തെരച്ചിൽക്കാരെക്കാളും മിടുക്കന്മാരെന്ന നിലയിലും അവരെ താൽക്കാലികമായി കളക്ട്രേറ്റിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റും. അല്ലാതെ അവരെ കേവലമായിട്ട് അന്വേഷിക്കാൻ മാത്രം വിടുകയല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തെ കണ്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 മത്സ്യത്തൊഴിലാളികളെ കളക്ട്രേറ്റിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി താൽക്കാലികമായി നിയമിക്കുമെന്നും അവരുടെ വിദഗ്ധ അഭിപ്രായങ്ങൾ തിരച്ചിലിനായി പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ ജൂൺ 31 രാത്രി 9 മണിയോടെയാണ് മുതലപ്പൊഴി അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയടിയിൽ വള്ളം മറിഞ്ഞ് അഞ്ചുതെങ്ങ് കൊച്ചുമേത്തൻ കടവ് കടവത്ത് പുരയിടത്തിൽ ഫ്രീമോൻ, അഞ്ചുതെങ്ങ് കൊച്ചുമേത്തൻ കടവ് വിളക്കുമാടം ഷെക്കേന ഭവനിൽ ഷിജിൻ എന്നിവരെ കാണാതായത്. ഇതിൽ ഫ്രീമോന്റെ മൃതദേഹം 3-ാം ദിവസം
വെട്ടുതുറ കണ്ണാന്തുറ തീരത്ത് കരയ്ക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഷിജിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. കാണാതായവർക്കായി കോസ്റ്റൽ പോലീസ്, കോസ്റ്റൽ ഗാർഡ്, മറൈൻ എൻഫോഴ്സ്മെന്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion Jewelry, Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.